കേട്ടല്ലോ, നിങ്ങൾ പോയിട്ട് ആ കായ്ക്കൂട്ട പ്രസംഗം ഒന്ന് കേൾക്കുക, പ്രശ്നം തീരുമല്ലോ. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ഒരാള് പറയുന്നത് പോലെ പിശാച് പോയി ഒരാളെ ഉപദ്രവിക്കുക. ജോത്സ്യൻ പറയുന്നത് പോലെ നീ അവനെ പോയി കഴുത്തേരിക്കടാ എന്ന് പറയുമ്പോ പോയി കഴുത്തേരിക്കുക ഇല്ല, അങ്ങനെ ഏർപ്പാടില്ല. ആ ഒരു ഏർപ്പാട് ഇസ്ലാമിക ലോകം പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിക ലോകത്തിന് തെളിവില്ല. അജാതി ഈ ശൈത്താൻ സാഹിർ പറയുന്നത് പോലെ സാഹിറിന് പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യും എന്നതിന് ഒരു തെളിവുമില്ല, ഒരു തെളിവുമില്ല. സാഹിർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് പിശാച് ഇടപെടും, അല്ലെങ്കിൽ ആ ജിന്ന് അല്ലെങ്കിൽ ആ പിശാച് സാഹിറിന്റെ അടിമയായി ജീവിക്കും, അതിനൊരു തെളിവുമില്ല കൂട്ടരെ. സിഹിർ ചെയ്യുന്ന ആൾ അയാള് ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. വളരെ കൃത്യല്ലേ ഹനീഫ് മൗലവി ഈ പറഞ്ഞ കാര്യം അല്ലേ? ജിന്നിനുള്ള സഹായാർത്ഥനയാണോ അത് പച്ച ശിർക്കാണ്. ഇനി അതല്ല, ജിന്നിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ചെയ്ത് അതനുസരിച്ച് ജിന്ന് അവർക്ക് ഉപകാരമായി ലഭിക്കുന്ന വല്ല കാര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല എന്നാണ്. എന്തേ കാരണം? അള്ളാഹു റസൂലും പഠിപ്പിച്ചു, കാഹിനികൾക്ക് സാഹിറുകൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും, അത് അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമായി തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ശിർക്കല്ല. എന്താ കാരണം? അത് അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്. അസ്സലാമലൈക്കും. എനിക്കും കായക്കുടിയ പറഞ്ഞതിൽ പ്രമാണം എന്താണ് എന്ന് എനിക്കും തിരിഞ്ഞിട്ടില്ല. ആ രീതിയിലുള്ള ഒരു പ്രമാണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കായക്കുടിനെ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബദ്ധമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നീട് അദ്ദേഹം ആ വാദം എവിടെയും പറഞ്ഞിട്ടുമില്ല. അത് തന്നെയാണ് അദ്ദേഹം അത് അബദ്ധമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായത്. അദ്ദേഹം അതിനുശേഷം എവിടെയും പറഞ്ഞിട്ടില്ല, അതിനുള്ള ഒരു പ്രമാണം അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കാൻ ഒരിക്കലും മുജാഹിദുകൾ എന്നുള്ള നിലക്ക് നമുക്ക് കഴിയില്ല.